എഫ്സെഡെക്സ് കിംബോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒന്ന് ഞാനും ജ്യൂസും കൂടിയായിട്ട് ഒരു ബിയർ കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ക്യാപ് ടവറിലൊക്കെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഞങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു 13-2 അടി ആ കളിയാണത്. അപ്പോൾ നമ്മൾ ആദ്യം കൂടെയാണ് ഇറങ്ങിയത്. നമ്മൾ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, കാരണം ഭയങ്കര ലാഗല്ല, കുറേ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ നല്ല ആംബിബോട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല അടിച്ച് ഒരു ഭാഗമില്ല, അവന് കൊള്ളുന്നില്ല, എനിക്കിട്ട് കൊള്ളുന്നുണ്ട്. അങ്ങനെ 210 എത്ര കൊടുത്ത് ഗ്ലൂ ഇട്ട് അവിടെ അടച്ച്. എന്നിട്ട് ഞാനിവിടെ ഒരു മൂലയ്ക്ക് മാറുന്ന മെഡൊക്കെ അടിച്ച്. എന്നിട്ട് അവനെ കിട്ടുന്നില്ല. എന്നിട്ട് അവനെ കിട്ടിയില്ല, നമുക്ക് കിട്ടിയിട്ടില്ല അവന്. എന്നിട്ട് അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ചാടി കയറി. എന്നിട്ട് കുറേ നേരം അവനെ കാത്തുനിന്ന് ഇപ്പോൾ വിരിച്ചിട്ട് അപ്പം നമ്മുടെ ചെക്കൻ കളി കാണാൻ വന്ന്. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഓടി നമുക്ക് അതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഒന്ന് ഇവിടുന്ന് ഈ വീട്ടിൽ കയറി. ഈ വീട്ടിൽ നിന്നാണ് നമ്മുടെ മെയിൻ തോക്ക് കിട്ടുന്നത്, UMP എടുത്ത്. എന്നിട്ട് ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ചാടി കയറാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു മെഡിക്കറ്റ് കിട്ടി. അപ്പം മെഡിക്കറ്റ് എടുത്തതിന് ശേഷം അങ്ങനെ ഓടിച്ചാടി ഇറങ്ങുമ്പോൾ അവളെ ഓടിപ്പിച്ചെത്ത്. എന്നിട്ട് ഞാൻ ഈ വീട്ടിൽ കയറി അവളെ രക്ഷിക്കണം. അവളെ രക്ഷിക്കൽ ടോക്കൺ ഉണ്ട്, പക്ഷേ അവിടെ നിറച്ച് ഇനിമയാണ്, ഏകദേശം 4-5 ഇനിമുണ്ട് തോന്നുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അപ്പുറത്ത് വീട്ടിൽ കയറിയിട്ട് ഇവിടെ നോക്കുമ്പോൾ ഒരുത്തനെ കിട്ടി. അപ്പോൾ അവനടിക്കാണ്ട് മറ്റവനടിക്കാമെന്ന് വിചാരിച്ച്. മറ്റവനടിച്ച് കഴിഞ്ഞാൽ ആ കില്ലും കിട്ടി, ഈ കില്ലും കിട്ടും. അപ്പോൾ നമ്മുടെ പ്ലാൻ തെറ്റിയില്ല, ആ കില്ലും കിട്ടി, ഈ കില്ലും കിട്ടി. അങ്ങനെ ഈ കില്ലെടുത്ത് ആ കില്ലെടുക്കാൻ പറ്റില്ല. അപ്പോൾ തന്നെ അവൾ രക്ഷിക്കാൻ വന്നു. അപ്പോൾ നേരെ അവളെ രക്ഷിക്കാൻ പോയി. എന്നിട്ട് അവളെ രക്ഷിക്കാൻ പോയി. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കട്ടോ. എന്നിട്ട് അപ്പോൾ ആ 2 കില്ല് നമുക്ക് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗ്ലൂ ഇട്ട് അവളെ രക്ഷിച്ച്. ഗ്ലൂ മെയിനാണല്ലോ. അപ്പം ഉണ്ടോ ഇവിടുന്ന് ഞാൻ ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാഗ് മമ്പട്ടി. ബാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ചങ്ങായി അവിടെ ഗ്ലൂ ഇട്ട് അടച്ച് അവിടെ ഇപ്പോൾ തീരുമാനമായി ഞാൻ. എന്നിട്ട് അവനെ വൺ ടാപ്പ് അടിക്കാമെന്നൊക്കെ വെച്ച് നോക്കാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. എൻ്റെ അവസാനം ചാടിക്കരി കുത്തിപ്പിടിച്ച് ഞാനിങ്ങനെ ഓടി, സ്ഥലത്ത് കൂടെ ഓടി. എന്നിട്ട് ഇവിടെ അവൻ വീടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒന്ന് കൊടുത്ത്, പക്ഷെ നടന്നില്ല. UMP കൊണ്ട് കുറച്ച് അടി കൊടുത്ത് നേരെ കയറി റഷ് ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ നമ്മുടെ UMP മെയിനാണല്ലോ, കിങ് ആണല്ലോ. അവൻ ഇതിട്ട് എന്താണ് ഹോങ്കോങ് ഇട്ട് ഒന്നും നോക്കിയില്ല, എൻ്റെ കാലടിച്ച് പിടിച്ച്. എന്നിട്ട് കൊടുത്തിട്ട് ഞാൻ ഗ്ലൂ ഒക്കെ ഇട്ട് ഞാൻ അപ്പുറത്ത് ലൂട്ടാന്ന് വിചാരിച്ച്. എന്നിട്ട് ലൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കയറി നോക്കുമ്പോൾ ഇവിടെ ഇറങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ വന്നിട്ട് ലൂട്ട് എടുത്തുകൊണ്ടിരിക്കുക. എല്ലാം സ്കൂപ്പ് ഇട്ടടിക്കാന്ന് വിചാരിച്ച് വിളിച്ചിന്ന് സ്ഥിരം പരിപാടി. അങ്ങനെ അവൻ്റെ തലക്കിട്ട് ഒന്നാ കൊടുത്ത്. എന്നിട്ട് അവനോട് നോക്കി കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് നോക്ക് ലൂട്ടൊക്കെ ലൂട്ടി എല്ലായിടത്തും ഉണ്ട്. അതിനുശേഷം പിന്നെ ഇവിടെ എനിമി തോന്നുന്നു. ഇനി എൻ്റെ ഇവിടെ എനിമി കിട്ടും, കാരണം അവിടെ ഇതിലും തോന്നുന്ന എനിമീസ് ഉണ്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒരു വേറെ പാകമൊന്നുമില്ലല്ലോ. ഇതിൽ BRൽ ഇതാണ് പ്രശ്നം, കുറേ നേരം ഇങ്ങനെ ലാഗായി കൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഒരു എനിമി ഇട്ടു കേസ്. അപ്പോൾ നമ്മൾ അവനെ കൊല്ലാൻ വേണ്ടി നോക്കി. അപ്പോൾ അവനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവളതിനെ കൊന്നുള്ള ധൈര്യത്തിൽ ഞാൻ ചാടി ഓടിയാണ്. അപ്പോൾ ഫെയർ അടി AWM വെച്ചിട്ട്. അപ്പോൾ തീരുമാനമായി. അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അതില്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഓടി ഞാൻ കില്ല് ഞാൻ എടുക്കാമെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് വേഗം ഞാൻ റഷ് ചെയ്യാൻ വേണ്ടി കയറി. അല്ലെങ്കിൽ അതും കുമ്മി കളിക്കും. പക്ഷെ കഴിഞ്ഞ കില്ല് അവൾ എടുത്താണ്. അങ്ങനെ അവൾക്ക് എനിക്കത്ര 4 കില്ലുണ്ട്, അവൾക്ക് 2 കില്ല് ഇത്ര കിട്ടി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ ഓടി ചങ്ങനെ റഷ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതോട്ട് ലൂട്ട് വെച്ചു നേരത്തെ കൊണ്ട് വന്നു. എന്നിട്ട് അവിടെ നിന്ന് നേരെ ചാടി റഷ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ. ഇതിൽ ഡ്യൂപ്പ് ഭാഗങ്ങളുണ്ട് ഞാൻ കാണുന്നത്. എന്നിട്ട് അവസാനം ചാടി കയറി അവനോട് ഗ്ലൂ വാൾട്ട് എടുക്കാം. 2 ഗ്രാനേഡൊക്കെ വലിച്ചെറിഞ്ഞേക്കി. ഒന്നും കിട്ടും, കൊള്ളണമൊന്നുമില്ല. ഇപ്പോൾ പുതിയ വന്ന വണ്ടിയിലോട്ട് അവിട്ടിരിക്കുന്നത്, ഇന്നലെ ഞാനിട്ട് കൊടുത്ത വണ്ടിയിൽ. എന്നിട്ട് അവിടെ ഇട്ട് കൊന്ന്, പക്ഷെ നടക്കുന്നില്ല. എന്നിട്ട് നമ്മൾ UMP കൊണ്ട് സ്ഥിരം പരിപാടി, UMP കൊണ്ട് കയറിയാൽ തലടിച്ച് വിളിക്കുക. അങ്ങനെ UMP കൊണ്ട് കയറിയാൽ തലടിച്ച് വിളിച്ച് കുറേ കുത്തിപ്പിടിയൊക്കെ ആയി. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒരുത്തൻ കാറിൽ വരുന്നു, ഒരുത്തൻ കാറിൽ പറന്ന് വരുന്നു. കാറിൽ വന്നിട്ട് വലിയ ആളായിട്ട് നമ്മളെ കൊല്ലാൻ വേണ്ടി നോക്കിയത്. നമ്മൾ വിട്ടു നേരെ കയറി സീറ്റ് എടുത്ത് ഒന്നാൻ്റെ തലക്കേ കൊടുത്ത്. അവ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ട് മറ്റവന് ചാടി കയറി ഒന്നാ കൊടുത്ത് അവനെ തീർത്ത്. അങ്ങനെ 2 പേരും തീർത്ത്. അതിനുശേഷം ഞങ്ങൾ നേരെ പീക്കോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്നിട്ട് നല്ല ലൂട്ടി കാറെടുത്ത് പോകാമെന്ന് വിചാരിച്ച്. വേറെ ഭാഗമില്ലല്ലോ. അങ്ങനെ കുറച്ച് ലൂട്ടൊക്കെ ഇട്ടിട്ട് മെഡിക്കറ്റൊക്കെ തീർന്നിരിക്കുന്നു. മെഡൊക്കെ അടിച്ച് സെറ്റായി നേരെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ കാറിൽ കയറി. കാറിൽ പീക്ക് പോകും. ഇനി പീക്കിൽ ടൈമേ ഉണ്ടാവുള്ളൂ, കാരണം സോൺ വന്നു, ഇവിടെ നിറച്ച് സോണായി. അങ്ങനെ ഞാൻ കാറിൽ കഴിഞ്ഞുകൊണ്ടാണ് പോയി. അങ്ങനെ കാറിൽ കയറി എന്നിട്ട് ഞങ്ങൾ പീക്കിലെത്തി. കാറൊക്കെ അവിടെ ഇട്ടിട്ട് പീക്കിൽ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു എനിമി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുത്തനുണ്ട്. എഡിറ്റ് ചെയ്യാൻ വഴിക്ക്
എഡിറ്റ് ചെയ്യണ മുന്നേ ആദ്യം ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു എനിമി ഉണ്ട്, നമുക്ക് അവനെ കൊല്ലാന്ന് വെച്ച് ചാടിക്കേരി ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ നോക്കരുത്. നിങ്ങൾ ഷോർട്ട് വീഡിയോ കണ്ടിട്ടില്ലേ? ഷോർട്ട് വീഡിയോ കാണാത്തൊരു പെട്ടെന്ന് പോയി അത് കാണാം. കണ്ടിട്ട് ഇത് കണ്ട് ഞാൻ രസം ഉണ്ടാവും. മറ്റൊന്ന് ഗ്ലൂ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ കാണാണ്ടത് കാണാനായിരിക്കും കൂടുതൽ നല്ല കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് അവനെ കൊന്ന്. പിന്നെ അപ്പോൾ തന്നെ അവൻ വേറെ ഒരുത്തനെ അവിടെ കണ്ടിട്ടോ. അവനങ്ങനെ തപ്പിയപ്പോൾ ഒരു കാറുകാരങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, കാർ ഓടിച്ചിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ആ കാറുകാരനെ എങ്ങനെ കൊല്ലണം അതായിരുന്നു. അങ്ങനെ ഞാൻ പീക്കെ കൂടെ ഓടി. ഞാൻ വേണോ വേണ്ടതെന്ന് വെച്ചിട്ട് ഓടി. ബുയ്യ പോകുമെന്ന് വെച്ചിട്ട് ഞാൻ അവന് വേണ്ട വെച്ച്. പിന്നെ വെച്ച് ഞാൻ കൊന്നിട്ട് ബൈക്ക് കാറിൽ വരച്ച് നേരെ മെല്ലെ ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ട് ഒരുത്തവിടെ നിൽക്കുന്നുണ്ട്. കൈ സീറ്റ് എടുത്തിട്ട് 1 2 സ്ഥിരം പരിപാടി കുത്തിപ്പിടി. അങ്ങനെ അവനെ നോക്കാക്കിയിട്ടിട്ട് ഇനി ഇവിടെ കുറേ എനിമിയുണ്ട്. അപ്പോൾ അവളും അവനെ കൊന്നു, ഏതൊരുത്തിന് കൊന്നു. അങ്ങനെ എനിക്ക് 9 കില്ല് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 9 കില്ല് സെറ്റാക്കി ഞങ്ങൾ നേരെ ഇനി സോണ് കയറാമെന്ന് വെച്ച്. അങ്ങനെ സോണ് കയറി ഇങ്ങനെ കുട്ടൊക്കെ ലൂട്ടി നേരെ സോണ് കയറാമെന്ന് വെച്ച് അങ്ങനെ സോണ് കയറാൻ പോവാം. അങ്ങനെ ഓടി അവസാനം ഭീമാകാർ സ്റ്റേറ്റിൻ്റെ അടിയിൽ സ്ഥലത്തെത്തി മനസ്സിലാട്ടോ. അങ്ങനെ ഇവിടെ വേറൊരുത്തൻ കഴപ്പ് കാണിച്ചിട്ട് കാറായിട്ട് വരും. എന്നിട്ട് ഒരു വണ്ടിയുടെ മുന്നിൽ കൊണ്ട് ഇടിക്കും മനസ്സിലാട്ടോ. എന്നിട്ട് ആ വണ്ടി ഞാൻ അടിച്ചു ഓടിക്കും. ഇപ്പം മാച്ചിക്കാരൻ പെട്ടെന്ന് അവന് കാണാണ്ടാവും. പക്ഷെ അവൻ കിട്ടുവാനെ അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കും. അങ്ങനെ കാണാണ്ടാവും. എന്നിട്ട് നമ്മൾ നേരെ അവനടിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കേറി എവിടെ ഇതാണ് ഇതുവരെ അവന് കാണും. പിന്നെ നമ്മൾ അവനെ കാണില്ല കേട്ടോ. പിന്നെ ഇവിടെ പോയി തപ്പും. എന്നിട്ട് ഇവിടെയും കിട്ടില്ല, എന്നിട്ട് അവിടെയും കിട്ടില്ല. ഇവിടെ പോയി ഞാൻ തപ്പട്ടോ, പക്ഷെ അവന് കാണില്ല. പിന്നെ അവസാനം സോണിൽ കുറേ നേരം നടക്കണ്ടപ്പോൾ പണ്ടത്തെ പോലെയല്ല, സോൺ ഭയങ്കര കട്ടിയാണ്. അപ്പോൾ ഞാൻ നേരെ കാറെടുത്ത് നേരെ പോയി. അവൻ മുന്നേ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ കാറെടുത്തിട്ട് അപ്പോൾ ഇവിടെ ആരെയും അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നേരെ പറന്നിറങ്ങിയുന്നുണ്ട്. അപ്പോൾ ഞാനാ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് ഓടിപ്പോയി ചങ്ങായിണ്ട് ഇവിടെ നിൽക്കുന്നു. നേരെ ചാടി അവൻ ഇടിച്ചിടാൻ പറ്റിയില്ല. എന്നിട്ട് അവന് നേരെ കൊന്നു. നമ്മൾ സ്ഥിരം പരിപാടി വീണ്ടും ഞാൻ തൂത്ത് പിടിച്ച് കൊന്നു. അങ്ങനെ 10 കില്ല് സെറ്റായിട്ടുണ്ട് കേട്ടോ. 10 കില്ല് സെറ്റായി. ശരിക്കും അവളുടെ കില്ലായിരുന്നു. അവളെ കുമ്മി അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാണ്. എന്നിട്ട് ഞാൻ കുമ്മി. എന്നിട്ട് അവസാനം ഞാൻ ഇതുണ്ട് ഇവിടെ ഡ്രോപ്പിൻ്റെ അവിടെ നല്ല അടി നടക്കുന്നുണ്ട്. 2 പേരൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ കില്ല് കുമ്മാലോചിട്ട് പോയതോ കിട്ടിയില്ല. അങ്ങനെ അത് ആരുടെയോ പാവത്തിൻ്റെ ഒരുത്തിൻ്റെ കില്ല് നിലത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുമ്മി. അതങ്ങനെ ഞങ്ങൾ നേരെ സോണ് പിടിക്കാൻ പോയി. ഞാൻ അവളോട് പറഞ്ഞു സോണ് കയറി പോയി കഴിഞ്ഞാൽ സീനാണ്. അങ്ങനെ കയറി എന്നിട്ട് നേരെ സോണി കയറി. ഇനി ഇവിടുന്ന് ഒരു ഞങ്ങൾ എന്നിട്ട് നമ്മളാ മറ്റേ സ്ഥലത്തേക്ക് എത്തും. ഈ ഭാഗത്തേക്ക് എത്തും. ഇവിടെ വേറെ എടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഡ്രോപ്പിൻ്റെ അവിടെ എടുത്ത് അവൻ 2 അടിച്ച് അവൻ ചത്തില്ല. അവൻ ചാവാണ്ട് പോയി. പിന്നെ മെദൂസ് ഒരു വട്ടം ചത്തിട്ടുള്ളൂ. അപ്പോൾ അവളെന്നെ ഒരു വട്ടം ഞാൻ രക്ഷിച്ചിട്ടുള്ളൂ. അങ്ങനെ അവിടുന്ന് ഗ്ലൂ വാളിട്ട് ഇറങ്ങി. ഞാൻ ഇതുവരെ ചത്തിട്ടില്ല. എന്തോ ഭാഗ്യം കഴിച്ചില്ല. അല്ലേ ഞാൻ എല്ലാ പ്രാവശ്യം ചാവാണ്ടാണോ. ഗ്രനേഡൊക്കെ വലിച്ചു വാരി എറിഞ്ഞ്, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ അവിടെ എടുത്തിട്ടുണ്ട്. അവനെ നല്ല കൊടുത്ത്. എന്നിട്ട് അവനും കില്ല് കിട്ടിയില്ല. അപ്പോൾ അവളെ ഏതൊരു കില്ല് കുമ്മി, ആ കില്ല് അവൾ കുമ്മി, അവൾ കൊണ്ടുപോയത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അടിയിൽ നിന്ന് മമ്പട്ടി ഗ്ലൂ വാളിട്ട് 2 പേരും ഗ്ലൂ വാളിട്ട് പകുതി ചിമ്മിൻ്റെ പകുതി ചിരി. എന്നിട്ട് ഫുൾ മെഡിക്കറ്റ് പറഞ്ഞ് അടിച്ച് സെറ്റാക്കി വെച്ച്. എന്നിട്ട് അവളോട് പറഞ്ഞു അടിച്ച് ആവില്ല, നമുക്ക് മാറിപ്പോവാന്ന് പറഞ്ഞു. അപ്പോൾ അവളപ്പത്തിന് ഓടിപ്പോയി ചത്ത്. എന്നിട്ട് ഞാൻ അവളോട് ഗ്ലൂ വാളിട്ട് അവളെ രക്ഷിക്കുമ്പോൾ അവന്മാർ മറ്റേ ഗ്ലൂ വാൾ പൊട്ടിക്കുന്ന ഉറപ്പാണ്. എന്നിട്ട് അവൾക്ക് ട്രീറ്റ്മെൻറ്റുകളൊക്കെ അടിച്ചു കൊടുത്ത് അങ്ങനെ സെറ്റ് ചെയ്യാൻ ബാഗ് കൂടെ ഇറങ്ങി ഓടുന്ന ടൈമിലാണ് നമ്മൾ വീണ്ടും നോക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും തിരിക്കും. വീണ്ടും നോക്കും. ഞാൻ ഓടിയായിരിക്കും അടി ബാക്ക് ഓടി ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ വീണ്ടും അവൾ ഒറ്റയ്ക്കിടാൻ മനസ്സിലാത്ത കാരണം ഞാൻ വീണ്ടും ഓടിപ്പോയി ഒറ്റട്ടി. അപ്പോൾ തരിച്ചിൽ 1 ടൈപ്പ് കയറി. എന്നിട്ട് അവളെ രക്ഷിച്ച്. എന്താണോ സീറ്റിന് ഭയങ്കര പവറാണ് ഇപ്പോൾ 2 ദിവസമായിട്ട്. എന്നിട്ട് അവനെ ഫിനിഷ് ചെയ്തു. അപ്പോൾ അവനൊരു ആണും പെണ്ണ് തന്നെ കേട്ടോ, ഞങ്ങൾ കളിക്കണ പോലെ. അങ്ങനെ തരിച്ചിട്ട് ഞാൻ നേരെ ബാക്കോട് വരുമ്പോൾ അമ്മമാർ ഗ്ലൂ വാളിട്ട് ചൂട്ടിക്കുന്ന പെണ്ണ്. എന്നിട്ട് അവസാനം ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ കൂടെ അവിടെ കൊന്നിട്ട് പോകാം, അല്ലെങ്കിൽ ഇത് ആവുമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ 5 പേരുള്ളൂ, ആകെ 5 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്ക് കൂടെ കയറി അവിടെ അടിക്കാമെന്ന് വിചാരിച്ചു. ഊമ്പി വെച്ച് അടിക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബിൽ നല്ല മാസമാവട്ടെ എന്ന് വെച്ചിട്ട് A-Series കൊണ്ട് നേരെ കയറി. എന്തോ ഭാഗ്യം, A-Series കൊണ്ട് ഒറ്റ അടിച്ച് പറഞ്ഞാൽ അവൾ ചത്ത്. അവൾ വെച്ച് ഞാൻ ഹാക്കറാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഓടി ഞാൻ അവസാനം 4 പേര്, ഞങ്ങൾ 2 പേര്, പിന്നെ അവർ 2 പേര്. അങ്ങനെ ഞങ്ങൾ ഓടി അവൾക്ക് എത്ര 4-5 കില്ലുണ്ടോന്നു. 2 കിലോ അവൾക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓടി. ഇന്ത്യയിൽ മെഡിക്കറ്റൊന്നുമില്ല. അങ്ങനെ 3 പേര്, അവർ 2 പേരും തല്ലുപിടി ചത്ത് 3 പേര്. ബുയ്യ കിട്ടണ്ടായിരുന്നു. ബുയ്യ നമുക്ക് തന്നെ കിട്ടും. ബുയ്യ കിട്ടും. ഞങ്ങൾ കണ്ടു അവസാനം വരെ കണ്ടൊക്കെ പറയാം. എന്നിട്ട് അവസാനം ഞങ്ങൾ
ഇതിവിടെ കയറി മലയാളം വരെ കയറി അവസാനം മെഡിക്കറ്റ് കഴിഞ്ഞു. ഒറ്റ മെഡിക്കറ്റ് പോലും എൻ്റെ അവസാനം അപ്പനെ നല്ല അടി അടിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു ഒരു മെഡിക്കറ്റൊക്കെ അട്ടറി പറഞ്ഞു. ആര് മെഡിക്കറ്റ് ആയിരുന്നു അത് മൈക്ക് ഓഫ് ആയി വെച്ചാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇത് ബുയ്യ കളയല്ലേ, ബുയ്യ കളഞ്ഞ് കഴിഞ്ഞാൽ സീനാണ്, യൂട്യൂബിലിടാണെന്ന് പറഞ്ഞു. അങ്ങനെ ബുയ്യ കളയാണ്ട് ബുയ്യ കളയില്ല എന്നൊക്കെ അവൾ പറഞ്ഞു. എന്നിട്ട് അവളോട് ഞാൻ ചോദിച്ചു ഇത് മെഡിക്കറ്റ് അട്ടറി അവസാനം അവൾ മെഡിക്കറ്റ് കൊടുത്തു തന്നിട്ടോ. ഞാൻ പറഞ്ഞു ഒരു മെഡിക്കറ്റില്ല അടി എന്നത് മെഡിക്കറ്റ് എന്തെങ്കിലുമൊക്കെ താട്ടറി എന്ന് പറഞ്ഞു. അവസാനം അവൾ മെഡിക്കറ്റ് എനിക്ക് കൊടുത്തു തന്നു. എന്നിട്ട് ആ ഒറ്റ മെഡിക്കറ്റ് കൊണ്ടാണ് വേണ്ടി. പക്ഷേ എനിക്ക് മെഡിക്കറ്റ് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല. എനിക്ക് അത്ര ഞാനല്ല അവസാനത്ത് ഇട്ടിരിക്കുന്നത് അവളാണ്. എന്നിട്ട് അവസാനം മെഡിക്കറ്റ് എടുത്തിട്ട് 2 മെഡിക്കറ്റ് എനിക്ക് അവൾ 4 5 മെഡിക്കറ്റ് വന്നു. ഈ ലാസ്റ്റ് അവൾ 5 വേണ്ട, ഒറ്റ മെഡിക്കറ്റ് കിട്ടിയാൽ മതിയായിരുന്നു എനിക്ക്. എൻ്റെ അവസാനമാക്കി ഞാക്കി അവനെ കാണുന്നില്ല. ഇവിടെ ഭയങ്കര അടി, ഇവിടെ നോക്കിയോ തലങ്ങും വല്ലതും കടിയുന്നുണ്ട്. പക്ഷേ എനിക്കവനെ കാണുന്നില്ല. എനിക്ക് അവസാനം ഞാൻ ചട്ടകൊക്കെ പിടിച്ച് നേരെ ഓടുമ്പോൾ അടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടവനെ. അപ്പോൾ ഞാൻ വണ്ടേ പിടിക്കാനാണെന്ന് വെച്ചിട്ട് പിന്നെ നല്ല അടി. ഞാൻ ഗ്ലൂ വാൾട്ട് കവർ എടുത്ത് എന്നിട്ട് എവിടുന്ന് എനിക്ക് കിട്ടില്ല. ഞാൻ തല കൊടുത്തിട്ട് 1 കൊടുത്ത് പക്ഷെ കൊണ്ടില്ല. എന്നിട്ട് 2 ഗ്രാനേഡൊക്കെ വലിച്ച് കഴിഞ്ഞ് ഞാൻ കാണുന്നില്ല. എന്നിട്ട് എൻ്റെ 2 ഗ്രൂപ്പാണ് കൂടെ ഉള്ളൂ. അപ്പോൾ തന്നെ അവൾ ആ കില്ലെടുത്ത്